കളർകോട് വാഹനാപകടത്തിൽപ്പെട്ട കാർ വാടകയ്ക്ക് നൽകിയത്. വാടകയായി കാർ ഉടമയ്ക്ക് 1000 രൂപ ഗൂഗിൾ പേ ചെയ്തു നൽകി. അപകടത്തിന് തൊട്ടു മുൻപുള്ള ദൃശ്യങ്ങൾ പുറത്തുവന്നിരിക്കുകയാണ്. നമുക്കിപ്പം രഘുനാഥ് ചേരുന്നുണ്ട്. രഘു, അപകടത്തിന് തൊട്ടു മുമ്പുള്ള ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. അതേപോലെ ഈ കാറ് വാടകയ്ക്കാണ് നൽകിയത് എന്നുള്ള വിവരവുമാണ് പുറത്തുവരുന്നത്. കഴിഞ്ഞ ദിവസമൊക്കെ ഈ കാർ നൽകിയ ആൾ വളരെ വേദനയോടുകൂടിയൊക്കെ സംസാരിക്കുന്നത് നമ്മൾ കണ്ടിരുന്നു. ഈ വാടകയെ പറ്റിയൊന്നും അദ്ദേഹം പറഞ്ഞും കേട്ടില്ല. എന്താണ് ഏറ്റവും പുതിയ വിവരം? കാറ് വാഹനം വാടകയ്ക്ക് നൽകിയതാണ് എന്ന് ആ ഉടമയ്ക്ക് പറയാൻ വേണ്ടി കഴിയില്ല. കാരണം കാറ് വാടകയ്ക്ക് നൽകണമെങ്കിൽ പ്രത്യേക ലൈസൻസ് വേണം. അതിന്റെ നമ്പർ പ്ലേറ്റ് സാധാരണ പ്രൈവറ്റ് വെഹിക്കിളിന്റെ നമ്പർ പ്ലേറ്റ് വെള്ളയിൽ കറുത്തക്ഷരവും ടാക്സിയുടേത് മഞ്ഞയിൽ കറുത്തക്ഷരവും വാടകയ്ക്ക് കൊടുക്കുന്ന കാറുകളുടെ കറുപ്പിൽ വെള്ള അക്ഷരവും വെച്ചാണ്, വെള്ളയോ മഞ്ഞോ ആ അക്ഷരം വെച്ചാണ് വാടകക്കാർ, അതായത് ഒരു റെന്റേ കാർ കണ്ടാൽ നമുക്ക് പ്രത്യേകമായി ഒറ്റ നോട്ടത്തിൽ അറിയാൻ വേണ്ടി സാധിക്കും. അങ്ങനെ റെന്റേ കാർ കൊടുക്കണമെങ്കിൽ ലൈസൻസ് വേണം. എന്നാൽ ഇദ്ദേഹം കഴിഞ്ഞ കുറച്ചധികം നാളുകളായി വാഹനം വാടകയ്ക്ക് കൊടുക്കുന്നതാണ്. അദ്ദേഹം ചെയ്ത വലിയ ഒരു ചട്ടവിരുദ്ധമായ കാര്യമാണ്, വലിയ കുറ്റകൃത്യമാണെന്നല്ല പറഞ്ഞു വരുന്നത്. കാരണം ഇത്തരത്തിൽ ധാരാളം ആളുകൾ നിയമവിരുദ്ധമായി വാഹനം വാടകയ്ക്ക് നൽകാറുണ്ട്. അതായത് ഒരു വണ്ടി വാങ്ങി പ്രൈവറ്റായിട്ട് രജിസ്റ്റർ ചെയ്ത് വാഹനം കൊടുക്കുന്ന ഒരു പതിവ് സാധാരണ നിലയിൽ നാട്ടിലുണ്ട്. അത് നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോഴാണ് വലിയ വിവാദമാവുകയും ഉടമയ്ക്കെതിരെ കേസ്, അതായത് മോട്ടോർ വാഹന വകുപ്പ് നിയമം ലംഘിച്ചതിനെതിരെ കേസ് ചുമത്തുകയും ചെയ്യുന്നത്. ആദ്യം മുതൽ തന്നെ വാഹനം വാടകയ്ക്ക് കൊടുത്ത ആൾ പറയുന്നത് ഇത് റെന്റിന് കൊടുത്തതല്ല, അപകടത്തിൽ മരിച്ച ഒരാളുടെ പരിചയമുള്ളതിന്റെ അടിസ്ഥാനത്തിൽ സിനിമയ്ക്ക് കാണാൻ വേണ്ടി പോകുന്നതിന് വേണ്ടി കൊടുത്തതാണ് എന്നുള്ളതായിരുന്നു. പക്ഷേ ഗൗരീശങ്കർ തന്നെയാണ് ഗൂഗിൾ പേ വഴി 1000 രൂപ ഈ ഉടമയുടെ അക്കൗണ്ടിലേക്ക് കൊടുത്തത് എന്ന് മാത്രമല്ല, നമ്മളിപ്പോൾ കാണുന്ന CCTV ദൃശ്യം, ഈ അപകടത്തിന് ഏകദേശം അരമണിക്കൂർ മുമ്പ് കുട്ടികൾ വാഹനം റെന്റിനെടുത്തതിന് ശേഷം മെഡിക്കൽ കോളേജിനടുത്തുള്ള പെട്രോൾ പമ്പിൽ വന്ന് ഇന്ധനം നിറയ്ക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ്. അപ്പോൾ ആ വാഹനത്തിൽ 1-2 ആളുകളെ ഉള്ളൂ. ഇതിനുശേഷമാണ് ബാക്കിയുള്ള കുട്ടികൾ വാഹനത്തിൽ കയറിയത്. അതേപോലെ തന്നെ രഘു, ഈ വാഹനത്തിൽ സഞ്ചരിച്ചത് 11 വിദ്യാർത്ഥികളാണ്. അപ്പോൾ ഈ ഉടമയുടെ അടുത്തേക്ക് എത്തുമ്പോൾ എത്രയേറെ കുട്ടികൾ ഉണ്ടായിരുന്നു? അതോ ആരാണ് ആദ്യം അദ്ദേഹത്തെ സമീപിച്ചതും ഇത് നൽകിയതും? അത് സംബന്ധിച്ചൊരു കൂടുതൽ വ്യക്തത വന്നിട്ടില്ല. കാരണം സ്വാഭാവികമായി തന്നെ വാഹനം അവിടെ മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികളാണ്. മെഡിക്കൽ കോളേജിനടുത്ത് തന്നെയാണ് വാഹന ഉടമയുടെ വീട്. സാധാരണ നിലയിൽ മെഡിക്കൽ കോളേജിലെ മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികൾ സ്ഥിരമായി ഇയാളിൽ നിന്ന് വാഹനം, ഈ കുട്ടികളല്ല മറ്റു കുട്ടികൾ എന്തെങ്കിലും ആവശ്യത്തിനോ മറ്റോ വാഹനങ്ങൾ വാടകയ്ക്ക് എടുക്കുന്നത് കൊണ്ട് ആയിരിക്കാം ഒരുപക്ഷെ മറ്റ് യാതൊരു വിധമായ കുട്ടികൾ അവിടെ മെഡിക്കൽ കോളേജിൽ MBBS പഠിക്കുന്ന കുട്ടികളാണ്, അവിടെ ഹോസ്റ്റലിൽ താമസിക്കുന്ന കുട്ടികളാണ്. അവരെങ്ങനെ ഒരു മോശം പ്രവൃത്തിക്ക് വാഹനം ഉപയോഗിക്കില്ല എന്നുള്ള ഉറപ്പുള്ളത് കൊണ്ട് കൂടിയാകാം ഈ ഉടമ വാഹനം കൊടുത്തത്. അതിനപ്പുറം സാധാരണ നിലയിൽ ഇത്തരത്തിൽ വാഹനങ്ങളൊക്കെ അനധികൃതമാണെങ്കിലും നിയമവിരുദ്ധമാണെങ്കിലും പലരും കൊടുക്കാറുണ്ട്. ഇത്തരത്തിൽ ഇയാൾ ഏതെങ്കിലും രീതിയിൽ ക്രൈം ചെയ്യാനോ അല്ലെങ്കിൽ അങ്ങനെ കുട്ടികളെ ഏതെങ്കിലും മോശമാക്കാനോ എന്നുള്ള രീതിയിലൊന്നും കൊടുത്തതല്ല. അയാളുടെ ജോലി അതാണ്. പക്ഷെ അത് നിയമവിരുദ്ധമാണ് എന്നുള്ളതാണ് ഇപ്പോൾ പ്രശ്നമായിരിക്കുന്നത്. ശരി, രഘുവാണ് വിവരങ്ങൾ പങ്കുവച്ചത്.